മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ്റെ ചിത്രം. കൊല്ലത്തിന് ശേഷം മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ ഒന്നിക്കുന്ന ചിത്രം. കൂടെ കുഞ്ചാക്കോനും ഫഹദ് ഫാസിലും നയൻതാര എന്ന് വേണ്ട ജനപ്രിയരെല്ലാവരും കൂടെ ചിത്രത്തിൽ വരിക എന്ന് പറയുന്ന എന്തൊരു സ്വപ്നതുല്യമായൊരു ചിത്രമാണ് മഹേഷ് നാരായണന് കിട്ടിയിരിക്കുന്നത്. ആൻഡോ ജോസഫാണ് ഇത് നിർമ്മിക്കുന്നത്. മമ്മൂട്ടിയുടെ അടുത്ത കക്ഷിയാണ്. നമ്മൾ നേരത്തെ പലതവണ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ പറഞ്ഞായിരുന്നു. കാരണം ഇതിൻ്റെ പരിപ്പോടെ പ്രൊമോഷൻ ഒരു തരത്തിൽ ഹൈപ്പ് വരുന്നില്ല. പ്രത്യേകിച്ച് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒന്നിച്ചു വരിക എന്ന് പറയുന്ന ഭയങ്കര ഹൈപ്പ് കയറേണ്ട ചിത്രമാണ്. ഒരു ഹൈപ്പും ഇല്ലാതെ യാതൊരു പ്രൊമോഷനും ഇല്ലാതെ നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് നമുക്ക് തോന്നി. ഏതായാലും ഇന്നൊരു പോസ്റ്റർ പുറത്തു വിട്ടു. തൂക്കമൊക്കെ എടുത്ത് മമ്മൂട്ടിയും മോഹൻലാലും ഹൈപ്പിന് വേണ്ടി ഇറങ്ങിയത് പോലെ എനിക്ക് തോന്നി. പോസ്റ്റർ വലിയ മെച്ചപ്പെട്ട പോസ്റ്ററായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ ലാലേട്ടൻ ലുക്ക് ഒരു ഒന്നൊന്നര ലുക്കാണ്. പിന്നെ മമ്മൂട്ടിയുടെ ലുക്കും കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. പിന്നെ കുഞ്ചാക്കോ ബോബനും അതിനകത്തുണ്ട്. ബോബനും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ഒരു സെറ്റ് ആൾക്കാരാണ് എന്ന് ഇതിനകത്ത് ഈ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ മറുവശത്ത് ഭഗത്താണ് എന്നുള്ളതൊന്നും ഏകദേശം ഉറപ്പാക്കി. ഇനി ഭഗത്തിന് കൂടെ മറ്റേതെങ്കിലും വില്ലന്മാർ, ഗ്രേഡ് കൂടിയ വില്ലന്മാർ വല്ലതും ഉണ്ടോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്നാലും വേറെ ഒത്തിരി വില്ലന്മാർ കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും പോസ്റ്റർ വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇത് ഹൈപ്പ് അടുത്ത മാസം ഏപ്രിലാണ് ചിത്രം 23 തോന്നുന്നു ചിത്രം റിലീസാകുന്നത്. അപ്പം യാതൊരു ഹൈപ്പും ഇല്ലാത്തത് നിൽക്കുന്ന ചിത്രം ഈ പോസ്റ്റർ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് തോന്നുന്നു. അല്പം കൂടെ കത്തിക്കാനുള്ള ഏതെങ്കിലും സാധനം, ടീസറോ ഒരു ട്രെയിലറോ ഒക്കെ പുറത്ത് വിട്ട് ഹൈപ്പ് കൂട്ടി നിർത്താൻ ഉള്ള കാരണമാണ് ഇനി നോക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റർ വിട്ടിട്ട് കാര്യമില്ല. വേറെ ലുക്കിലൊക്കെയാണ് ഇവർ രണ്ടുപേരും വരുന്നത്. അപ്പം ഒരു സ്റ്റണ്ട് സീനാണ്, വെടിവെപ്പൊക്കെയാണ് കാര്യം വെച്ചേക്കുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. എന്നാലും ഇത് കത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും കുഴപ്പമില്ല, കാത്തിരിക്കാം. ഇവർ രണ്ടുപേരും കൂടെ എന്താണ് മാജിക്കാണ് കാണിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാം. 13 കൊല്ലത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ മഹേഷ് നാരായണൻ്റെ ചിത്രമാണ്. ഒരു ഗ്യാരണ്ടിയുള്ള ചിത്രമാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മുൻകാല ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോഴാണ്. അതുമല്ല, കൂടുതൽ ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത ചിത്രമാണ്. അനേക രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത ചിത്രമാണ്. കോടികൾ മുടക്കുമുതലുള്ള ചിത്രമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രത്യേകതയുള്ള ചിത്രം തന്നെയാണ്. അപ്പം കാത്തിരുന്ന് കാണാം അല്ലേ. പോസ്റ്റർ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.